ഐതിഹാസികമായ കാർഗിൽ യുദ്ധവിജയത്തിന്റെ 26ാം വാർഷികമാണ് നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി ഇന്ത്യ നൽകി. മാസങ്ങൾക്കുള്ളിലാണ് കാർഗിൽ യുദ്ധവിജയ ദിവസിന്റെ 26ാം വാർഷികം രാജ്യം ആചരിക്കുന്നത്. ഇന്നും നാളെയും നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ബി ബാലഗോപാൽ ചേരുന്നുണ്ട് അവിടെ നിന്നും വിശദവിവരങ്ങളുമായി. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. കാർഗിൽ വിജയ് ദിവസാണ്. ഇന്നും നാളെയുമായി വിപുലമായ പരിപാടികളാണല്ലോ. എന്തൊക്കെയാണ് പരിപാടികൾ? ഗുഡ് മോർണിംഗ്. കാർഗിൽ വിജയ ദിവസത്തിൻ്റെ 26ാം വാർഷികമാണ് നാളെ ആചരിക്കുന്നത്. വിപുലമായ പരിപാടികളാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ 2 ദിവസത്തെ പരിപാടികളാണ് ഉള്ളത്. നാളെയാണ് പ്രധാനപ്പെട്ട പരിപാടികൾ. പക്ഷേ ഇന്നാണ് ഈ പരിപാടികളുടെ ഔപചാരികമായ തുടക്കം കുറിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമെന്ന് പറഞ്ഞാൽ ഒരു പരിപാടി എന്നാൽ ഈ കാർഗിൽ യുദ്ധത്തിൽ ഈ വീരമൃത്യു വരിച്ച ഈ സൈനികരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുകയും അതുപോലെ തന്നെ യുദ്ധത്തിൽ പങ്കെടുത്തവരെ ആദരിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ്. അതാണ് ഇന്ന് രാവിലെ ആദ്യം നടക്കാൻ വേണ്ടി പോകുന്നത്. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം സാംസ്കാരിക പരിപാടിയാണ് ഉള്ളത്. നാളെ കേന്ദ്ര സ്പോർട്സ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ഈ ചടങ്ങിലെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത്. നാളെ അദ്ദേഹം ഈ കാർഗിൽ യുദ്ധസ്മാരകത്തിലെത്തി ഈ രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച 527 സൈനികർക്ക് ഈ ആദരം അർപ്പിക്കുന്നതായിരിക്കും. നാളത്തെ ചടങ്ങിൽ കരസേനാ മേധാവി ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഇത്തവണ വിപുലമായ പരിപാടികളാണ് ഈ കാർഗിൽ വിജയ ദിവസവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ചരിത്ര നേട്ടങ്ങൾ കൈവരിച്ചതിന് ശേഷമുള്ള ആദ്യ കാർഗിൽ വിജയ ദിവസം എന്ന നിലയിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നമുക്ക് ഇന്ത്യൻ സൈന്യത്തിന് നിർണായകമായ നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിച്ച കൈവരിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ആയുധങ്ങൾ ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആ പരിപാടിയും നാളെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ഈ അവസാനവട്ട ഒരുക്കങ്ങളാണ് നടക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇന്ന് ലിമോച്ചിങ് വ്യൂ പോയിന്റിൽ ഈ യുദ്ധത്തിൽ പങ്കെടുത്തവരെയും അതുപോലെ തന്നെ യുദ്ധത്തിൽ പങ്കെടുത്ത് വീരമൃത്യു വരിച്ചവരെയും ആദരിക്കുന്നതിനുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നതായിരിക്കും. മോത്തി.